നമ്മളിൽ പലരും ദിവസേന ഒരു വാക്കു പറയുന്നു, അൽഹംദുലില്ലാഹ്. പക്ഷെ ആ വാക്ക് നമ്മുടെ നാവിൽ മാത്രമുള്ളതാണോ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നുണ്ടോ? നമ്മൾ നന്ദി പറയുന്നു, പക്ഷേ അതോടൊപ്പം പരാതിയും തുടരുന്നു. കിട്ടിയതിനു ശേഷം അൽഹംദുലില്ലാഹ് പറയും, പക്ഷേ കുറച്ചു വൈകിയാൽ അസന്തോഷം. ഇത് നമ്മൾ മോശമായതുകൊണ്ടല്ല. നന്ദി വാക്കായി പഠിപ്പിക്കപ്പെട്ടതാണ്, ജീവിതമായി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. സൂഫികൾ പറയുന്നു, നന്ദി നാവിൻ്റെ ശീലമല്ല, ഹൃദയത്തിൻ്റെ നിലപാടാണ്. നിനക്ക് എത്ര അനുഗ്രഹങ്ങളുണ്ടെന്ന് നീ എണ്ണാറുണ്ടോ? അല്ലെങ്കിൽ നിനക്കില്ലാത്ത ഒന്നിലേക്കാണോ നിന്റെ കണ്ണ് എപ്പോഴും പോകുന്നത്? പലപ്പോഴും നമ്മൾ നന്ദി പറയുന്നത് സുഖമുള്ള സമയങ്ങളിൽ മാത്രം. പക്ഷേ ജീവിതത്തിൻ്റെ യഥാർത്ഥ പരീക്ഷണം അവിടെയാണ്. കുറവിൽ നന്ദിയുണ്ടോ? ഈ വിഷയം നിന്നെ കുറ്റപ്പെടുത്താനല്ല, നിന്നെ ബോധിപ്പിക്കാനാണ്. കാരണം നന്ദിയില്ലായ്മ അനുഗ്രഹം നമ്മിൽ നിന്ന് പോകുന്നതല്ല, അത് അനുഗ്രഹത്തിൻ്റെ മൂല്യം നമ്മൾക്ക് കാണാൻ കഴിയാതാക്കുകയാണ്. ഇന്നത്തെ ഈ വീഡിയോ ഒരു ചോദ്യം കൊണ്ട് ആരംഭിക്കുന്നു. നീ ശരിക്കും നന്ദിയുള്ളവനാണോ? നാവിൻ്റെ നന്ദി, അൽഹംദുലില്ലാഹ് പറയുക. ഇത് നന്ദിയുടെ ആരംഭമാണ്, പക്ഷേ അവസാനമല്ല. നാവ് നന്ദി പറയുമ്പോൾ ഹൃദയം വിരോധിക്കരുത്. വാക്കും ഹൃദയവും വേർപിരിയുമ്പോൾ നന്ദി ശബ്ദമായി മാത്രമേ മാറൂ. ഹൃദയത്തിൻ്റെ നന്ദി, കിട്ടിയതെല്ലാം അള്ളാഹുവിൽ നിന്നാണ് എന്ന് ഉറപ്പോടെ അംഗീകരിക്കൽ. എൻ്റെ ബുദ്ധിയല്ല, എൻ്റെ ഭാഗ്യമല്ല, എൻ്റെ കഴിവല്ല, അത് അവൻ്റെ അനുഗ്രഹമാണ്. ഈ ബോധം ഹൃദയത്തിൽ സ്ഥിരമായാൽ അഹങ്കാരം തനിയെ കുറയും. പ്രവൃത്തിയുടെ നന്ദി, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അവൻ ഇഷ്ടപ്പെടുന്ന വഴിയിൽ ഉപയോഗിക്കുക. ആരോഗ്യം നന്മയ്ക്ക്, സമ്പത്ത് സഹായത്തിന്, സമയം ബോധത്തിനും ഇബാദത്തിനും. ഇതാണു യഥാർത്ഥ നന്ദി. സൂഫികൾ പറയുന്നു, നിനക്ക് കിട്ടിയ അനുഗ്രഹം നിന്നെ അള്ളാഹുവിനോട് അടുത്തുകൊണ്ടുവരുന്നില്ലെങ്കിൽ അത് നന്ദിയായി മാറിയിട്ടില്ല. ഖുർആനിലെ വാഗ്ദാനം, അള്ളാഹു പറയുന്നു, നീ നന്ദിയുള്ളവനാകുന്നുവെങ്കിൽ ഞാൻ നിനക്ക് കൂടുതൽ നൽകും. ഇത് അളവിൻ്റെ വാഗ്ദാനമല്ല, ബറക്കത്തിൻ്റെ വാഗ്ദാനമാണ്. കൂടുതൽ എന്നത് എണ്ണമല്ല, അത് മൂല്യമാണ്. നന്ദി അനുഗ്രഹം വർദ്ധിപ്പിക്കുന്നതല്ല, നന്ദി നമ്മളെ അനുഗ്രഹത്തിന് യോഗ്യരാക്കുകയാണ്. സൂഫി കഥ. കിണറും വെള്ളവും. ഒരു ഗ്രാമത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവന് എല്ലാം ഉണ്ടായിരുന്നു: വീട്, ഭക്ഷണം, കുടുംബം, സുരക്ഷ. പക്ഷേ അവന്റെ മുഖത്ത് എപ്പോഴും ഒരസന്തോഷം. അവൻ ദിവസവും പറയുമായിരുന്നു, എനിക്ക് ഒന്നും മതിയാകുന്നില്ല. ഒരു ദിവസം അവൻ ഒരു സൂഫി ഗുരുവിനെ കണ്ടു. അവൻ ചോദിച്ചു, ഗുരുവേ, ഞാൻ എന്തിനാണ് ഇത്ര അസന്തോഷത്തോടെ ജീവിക്കുന്നത്? ഗുരു ഒന്നും ഉടൻ പറഞ്ഞില്ല. അവനെ ഒരു പഴയ കിണറിന്റെ അരികിലേക്ക് കൊണ്ടുപോയി. ഗുരു പറഞ്ഞു, ഈ കിണറിലേക്ക് നോക്കൂ. അവൻ കിണറിലേക്ക് നോക്കി. ഇരുട്ട് മാത്രം, വെള്ളം കാണാനില്ല. അവൻ പറഞ്ഞു, ഇവിടെ വെള്ളമില്ലല്ലോ. ഗുരു ചിരിച്ചു. ഗുരു കിണറിലേക്കൊരു കല്ലെറിഞ്ഞു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം വെള്ളത്തിന്റെ ചലനം. അവനപ്പോൾ വെള്ളം കണ്ടു. ഗുരു പറഞ്ഞു, വെള്ളം ഇല്ലായിരുന്നില്ല, അത് നിശബ്ദമായിരുന്നു. ഗുരു തുടർന്നു, നിന്റെ ഹൃദയം ഇതുപോലെയാണ്. അനുഗ്രഹങ്ങൾ അവിടെയുണ്ട്, പക്ഷേ നിന്റെ അസന്തോഷം വെള്ളത്തെ കാണാൻ അനുവദിക്കുന്നില്ല. നന്ദി ഒരു ശബ്ദമല്ല, ഒരു ചലനമാണ്. നന്ദിയില്ലെങ്കിൽ അനുഗ്രഹം നിശബ്ദമാകും. ഗുരു പറഞ്ഞു, നീ അള്ളാഹുവിനോട് നന്ദി പറയുമ്പോൾ കിണറിലെ വെള്ളം ചലിക്കുന്നു. അതാണ് നിനക്ക് അനുഗ്രഹം കാണാൻ കഴിയുന്ന നിമിഷം. പാഠം: നമ്മൾ പറയുന്നു, എനിക്ക് ഒന്നുമില്ല. പക്ഷേ ചിലപ്പോൾ നമ്മൾ നോക്കുന്നത് ആഴത്തിലേക്കല്ല, മേൽപ്പരപ്പിലേക്കാണ്. സൂഫികൾ പറയുന്നു, നന്ദി കണ്ണു തുറക്കുന്നു, പരാതികൾ അതടയ്ക്കുന്നു. ഇന്ന് നീ നിന്റെ ഹൃദയത്തിന്റെ കിണറിലേക്ക് നോക്കൂ. അവിടെ വെള്ളമുണ്ടാകാം. നിനക്കതിനെ കാണാൻ ഒരു അൽഹംദുലില്ലാ മതി. സൂഫികൾ നന്ദിയെ എങ്ങനെ കാണുന്നു? സൂഫികൾക്ക് നന്ദി ഒരു പ്രതികരണമല്ല, അത് ഒരു നിലയാണ്, ഒരു അവസ്ഥയാണ്. സുഖം വന്നാൽ നന്ദി പറയുക എല്ലാവർക്കും സാധിക്കും. പക്ഷേ സൂഫികൾ ചോദിക്കുന്ന ചോദ്യം, വേദന വന്നാലും നിന്റെ ഹൃദയം നന്ദിയിലാണോ? സൂഫികൾ അനുഗ്രഹത്തിലല്ല, അള്ളാഹുവിലാണ് ശ്രദ്ധ നൽകുന്നത്. അവർക്ക് കിട്ടിയത് എത്രയാണെന്നല്ല പ്രാധാന്യം, ആരാണ് കൊടുത്തത് എന്ന് മാത്രമാണ്. അതുകൊണ്ടാണ് അവരുടെ നന്ദി കുറയാത്തത്. നഷ്ടത്തിലും നന്ദി. സൂഫികൾ പറയുന്നു, നിനക്ക് എല്ലാം കിട്ടിയിട്ടും അള്ളാഹു മറന്നാൽ അത് അനുഗ്രഹമല്ല. നിനക്ക് എല്ലാം നഷ്ടപ്പെട്ടിട്ടും അള്ളാഹു കൂടെയുണ്ടെങ്കിൽ അത് നഷ്ടവുമല്ല. ഇതാണ് നന്ദി. നഷ്ടം അവർക്കു ശിക്ഷയല്ല, അതൊരു സംരക്ഷണമാണ് എന്നവർ വിശ്വസിക്കുന്നു. വൈകിപ്പിക്കുന്നതിലും നന്ദി.
സൂഫികൾ വൈകിപ്പിക്കൽ കോപമായി കാണുന്നില്ല. അവർ പറയുന്നു, നീ ചോദിച്ചതല്ല നിനക്കേറ്റവും നല്ലത്. അല്ലാഹു വൈകിപ്പിക്കുന്നത് നിരാകരണമായല്ല, തയ്യാറെടുപ്പായി അവർ കാണുന്നു. അതിനാൽ അവർ വൈകിപ്പിക്കുന്നതിലും നന്ദി പറയുന്നു. നന്ദിയില്ലെങ്കിൽ ബർക്കത്ത് നിൽക്കില്ല. സൂഫികൾ ബർക്കത്ത് എണ്ണത്തിൽ കാണുന്നില്ല, അവർ ബർക്കത്ത് ശാന്തിയിൽ കാണുന്നു. അവർ പറയുന്നത്, നന്ദിയില്ലെങ്കിൽ ബർക്കത്ത് നിൽക്കില്ല. പല സൂഫികളും ഇങ്ങനെ ദുആ ചെയ്യും: യാ അല്ലാഹ്, നീ ഞങ്ങൾക്ക് നൽകിയതിനെ മാത്രമല്ല, നീ ഞങ്ങളിൽ നിന്ന് എടുത്തതിലും ഞങ്ങളെ നന്ദിയുള്ളവരാക്കണമേ. ഇതാണ് ഉയർന്ന നന്ദി. എന്തുകൊണ്ട് നമ്മൾ നന്ദിയുള്ളവരാകാൻ ബുദ്ധിമുട്ടുന്നു? നന്ദിയുള്ളവരാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അതിൽ സ്ഥിരമായി നിൽക്കാൻ നമ്മൾക്ക് കഴിയുന്നില്ല. ഇതിന് ഒരു കാരണമല്ല, പല സൂക്ഷ്മ കാരണങ്ങളാണ്. ഒന്ന്, താരതമ്യം നന്ദിയുടെ ഏറ്റവും വലിയ ശത്രു. നമ്മൾ ജീവിതം സ്വന്തമായി അളക്കുന്നില്ല, മറ്റുള്ളവരുമായി അളക്കുകയാണ്. അവനുണ്ട്, എനിക്കില്ല. അവൻ മുന്നിലാണ്, ഞാൻ പിന്നിലാണ്. ഈ താരതമ്യം നമ്മുടെ കണ്ണിൽ ഉള്ളത് മങ്ങിക്കളയുന്നു. സൂഫികൾ പറയുന്നു, നീ മറ്റുള്ളവരുടെ തട്ടിലേക്ക് നോക്കുമ്പോൾ നിന്റെ തട്ട് ശൂന്യമാകുന്നു, കിട്ടിയത് സാധാരണമാകുന്നു. അനുഗ്രഹം ദിവസേന കിട്ടുമ്പോൾ അതിൻ്റെ മൂല്യം നമുക്ക് കാണാൻ കഴിയാതെ പോകുന്നു. ശ്വാസം, ആരോഗ്യം, ഉറക്കം, ബന്ധങ്ങൾ ഇവ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ മൂല്യമറിയുന്നത്. അൽഹംദുലില്ലാഹ് അർത്ഥത്തോടെ പറയുന്നത്. സൂഫികൾ പറയുന്നു, അനുഗ്രഹം ശബ്ദമില്ലാതെ വരും, നഷ്ടം മാത്രമാണ് നമ്മെ ഉണർത്തുന്നത്. 3, അമിത ആഗ്രഹം. ഇനിയും വേണം എന്ന മനോഭാവം നന്ദിയെ ശ്വാസം മുട്ടിക്കുന്നു. കിട്ടുന്നതിനു മുമ്പേ അടുത്തത് എണ്ണിത്തുടങ്ങുമ്പോൾ ഇപ്പോൾ ഉള്ളത് അപ്രധാനമാകുന്നു. നന്ദി വളരുന്നത് മതി എന്ന് പറയുന്ന ഹൃദയത്തിലാണ്. 4, പാപങ്ങൾ ഹൃദയം ഭാരപ്പെടുത്തുന്നു. പാപം ഹൃദയത്തെ മൂടുന്നു. ഭാരം കൂടുമ്പോൾ അനുഗ്രഹം കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് സൂഫികൾ പറയുന്നത്, തൗബ നന്ദിയുടെ വാതിൽ തുറക്കുന്നു. 5, അല്ലാഹുവിനെ അവസാന ഓപ്ഷനാക്കുന്നു. സുഖമുള്ളപ്പോൾ നമ്മൾ സ്വയം ആശ്രയിക്കുന്നു, വേദന വന്നാൽ അല്ലാഹുവിലേക്ക് ഓടുന്നു. ഈ സമീപനം നന്ദിയെ അവസരപ്രകാരമുള്ള വാക്കാക്കി മാറ്റുന്നു. സൂഫികൾ പറയുന്നു, അല്ലാഹു അവസാന ഓപ്ഷനല്ല, അവൻ എല്ലാറ്റിൻ്റെയും ആധാരമാണ്. നന്ദിയില്ലായ്മ കിട്ടാത്തതുകൊണ്ടല്ല, കിട്ടിയത് കാണാൻ മനസ്സ് നിൽക്കാത്തതുകൊണ്ടാണ്. നന്ദിയില്ലായ്മയുടെ അടയാളങ്ങൾ. നന്ദിയില്ലായ്മ എപ്പോഴും കഠിനമായ വാക്കുകളായി പ്രകടമാവില്ല. അത് പലപ്പോഴും നിശബ്ദമായ ശീലങ്ങളായാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നുവരുന്നത്. സൂഫികൾ പറയുന്നു, നന്ദിയില്ലായ്മ നിലവിളിക്കുന്നില്ല, അത് പതിയെ ഹൃദയം വരണ്ടതാക്കുന്നു. എല്ലാറ്റിലും പരാതി ആദ്യം വരുന്നു. നമുക്ക് കിട്ടിയതിനേക്കാൾ കിട്ടാത്തതിനെക്കുറിച്ച് ആദ്യം പറയുന്നുവെങ്കിൽ അത് ഒരടയാളമാണ്. ഭക്ഷണമുണ്ടെങ്കിലും രുചി കുറവായി തോന്നുന്നു. ജോലിയുണ്ടെങ്കിലും തൃപ്തിയില്ല. ബന്ധങ്ങളുണ്ടെങ്കിലും കുറവുകൾ മാത്രം കാണുന്നു. പരാതി ശീലമായാൽ നന്ദിക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ല. 2, ചെറിയ അനുഗ്രഹങ്ങൾ കാണാതെ പോകുന്നു. നന്ദിയുള്ള ഹൃദയം ചെറുതിനെ വലുതായി കാണും. നന്ദിയില്ലാത്ത ഹൃദയം വലുതിനെ പോലും ചെറുതായി കാണും. സുരക്ഷിതമായ ഉറക്കം, ശ്വാസം, ഒരു സമാധാന നിമിഷം, ഇവ നിനക്ക് സാധാരണമാകുന്നുവെങ്കിൽ നന്ദി മങ്ങിയിരിക്കുന്നു. 3, കിട്ടിയതിനു പിന്നാലെ വീണ്ടും അസന്തോഷം. നീ ഒരുപാട് പ്രാർത്ഥിച്ച ഒന്ന് കിട്ടിയ ശേഷം കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ അത് മതിയെന്ന് തോന്നാതിരിക്കുന്നുവെങ്കിൽ അത് ഒരു നിശബ്ദ അടയാളമാണ്. 4, അല്ലാഹുവിനെ ഓർക്കുന്നത് വേദനയിൽ മാത്രം. സുഖമുള്ളപ്പോൾ നമ്മൾ സ്വയം ആശ്രയിക്കുന്നു, വേദന വന്നാൽ അല്ലാഹുവിനെ വിളിക്കുന്നു. ഇത് ബന്ധത്തിൻ്റെ അസന്തുലിതാവസ്ഥയാണ്. നന്ദി എപ്പോഴും ബന്ധത്തിലുണ്ട്. 5, ഹൃദയത്തിൽ സ്ഥിരമായ അശാന്തി. നന്ദിയില്ലായ്മ ശബ്ദമുണ്ടാക്കില്ല, പക്ഷേ ശാന്തി കെടുത്തും. സൂഫികൾ പറയുന്നു, നന്ദിയുള്ള ഹൃദയം ദരിദ്രമായാലും ശാന്തമാണ്. ആത്മപരിശോധന. ഇവയിൽ ഒന്നെങ്കിലും നിന്റെ ജീവിതത്തിലുണ്ടോ? ഇത് നിന്നെ കുറ്റപ്പെടുത്താനല്ല, ഉണർത്താനാണ്. കാരണം നന്ദി പഠിക്കാവുന്ന ഒരു ആത്മീയ ശീലമാണ്. യഥാർത്ഥ നന്ദിയുടെ അടയാളങ്ങൾ. സൂഫികൾ പറയുന്നു, നന്ദി നാവിൽ നിന്ന് ആരംഭിക്കാം, പക്ഷേ അത് ജീവിതത്തിൽ അവസാനിക്കണം. 1, കുറവിലും ശാന്തി. നന്ദിയുള്ള ഹൃദയം എല്ലാം കിട്ടിയാലും അഹങ്കരിക്കില്ല, കുറവുണ്ടായാലും തകരില്ല. കാരണം അത് വിശ്വസിക്കുന്നത് അല്ലാഹു എനിക്കേറ്റവും ഉത്തമമായത് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആന്തരിക സ്ഥിരത. 2, ചെറിയ കാര്യങ്ങളിൽ സന്തോഷം. ഒരു പുഞ്ചിരി, ഒരു സുരക്ഷിത ദിനം, ഒരു സമാധാന നിമിഷം. ഇവ നന്ദിയുള്ള ഹൃദയത്തിന് വലിയ അനുഗ്രഹങ്ങളാണ്. സൂഫികൾ പറയുന്നു, ചെറുതിൽ നന്ദിയുള്ളവൻ വലുതിന് അർഹനാകുന്നു. 3, താരതമ്യം വിട്ടുമാറൽ.
നന്ദിയുള്ളവൻ മറ്റുള്ളവരുടെ ജീവിതം അളക്കുന്നില്ല. അവൻ സ്വന്തം ജീവിതം അള്ളാഹുവിൻ്റെ ദാനമായി കാണുന്നു. ഇവിടെ അസൂയയ്ക്ക് ജീവിക്കാൻ കഴിയില്ല. 4. ലഭിച്ചതിനെ സേവനമായി ഉപയോഗിക്കൽ. നന്ദി വാക്കായി അവസാനിക്കുന്നില്ല, അത് പ്രവൃത്തിയായി മാറുന്നു. അറിവുണ്ടെങ്കിൽ പങ്കുവയ്ക്കുന്നു, ആരോഗ്യമുണ്ടെങ്കിൽ സേവിക്കുന്നു, സമയമുണ്ടെങ്കിൽ നല്ലതിനായി ഉപയോഗിക്കുന്നു. സൂഫികൾ പറയുന്നു, അനുഗ്രഹം സേവനമായാൽ അത് സംരക്ഷിക്കപ്പെടും. 5. സ്ഥിരമായ അൽഹംദുലില്ലാഹ്. നന്ദിയുള്ളവന്റെ അൽഹംദുലില്ലാഹ് പരിസ്ഥിതിയോട് ബന്ധപ്പെട്ടതല്ല, അത് അവന്റെ ഹൃദയസ്ഥിതിയാണ്, സുഖത്തിലും വേദനയിലും. 6. പരീക്ഷണങ്ങളിൽ പോലും അർത്ഥം കാണുന്നു. നന്ദിയുള്ള ഹൃദയം ചോദിക്കുന്നില്ല എനിക്കെന്തുകൊണ്ട്, പകരം ചോദിക്കുന്നു ഇതിലൂടെ അല്ലാഹു എന്നെ എന്തു പഠിപ്പിക്കുന്നു. ഇതാണ് ആത്മീയ വളർച്ച. വിനയം. യഥാർത്ഥ നന്ദി വിനയം ജനിപ്പിക്കുന്നു. ഇതെന്റെ കഴിവല്ല, അല്ലാഹുവിന്റെ കൃപയാണ്. ഇവിടെ അഹങ്കാരം ഉണങ്ങിപ്പോകുന്നു. നന്ദി ഒരു ഇബാദത്തായി മാറുമ്പോൾ, നന്ദി വാക്കായി മാത്രം നിൽക്കുമ്പോൾ അതൊരു ശീലമാണ്. പക്ഷേ നന്ദി ഹൃദയത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് ഒഴുകുമ്പോൾ അത് ഇബാദത്തായി മാറുന്നു. ഇബാദത്ത് എന്നതെന്താണ്? ഇബാദത്ത് നമസ്കാരവും ഉപവാസവും മാത്രമല്ല. സൂഫികൾ പറയുന്നു, അല്ലാഹു സന്തോഷിക്കുന്ന എല്ലാം ഇബാദത്താണ്. അപ്പോൾ നന്ദിയോടെ ജീവിക്കുന്നത് എങ്ങനെ ഇബാദത്താകാതിരിക്കും? നാവിലൂടെ ഒഴുകുന്ന നന്ദി. ഹൃദയത്തിൽ ജനിച്ച നന്ദി നാവിലൂടെ ഒഴുകും. അൽഹംദുലില്ലാഹ്, ശുക്രൻ യാ റബ്ബി, ഇവ വാക്കുകളല്ല, സമർപ്പണങ്ങളാണ്. പ്രവൃത്തിയായി മാറുന്ന നന്ദി. നന്ദി ഇവിടെ പൂർണ്ണമാകുന്നു. ലഭിച്ച അനുഗ്രഹം പാപത്തിനായി ഉപയോഗിക്കില്ല. കഴിവ് നന്മയ്ക്കായി മാറ്റും. സമയം കളയാതെ അർത്ഥമുള്ളതാക്കും. സൂഫികൾ പറയുന്നു, അനുഗ്രഹത്തെ സംരക്ഷിക്കുന്നത് നന്ദിയാണ്. നിനക്ക് നമസ്കാരം കഴിഞ്ഞാൽ ഇബാദത്ത് തീർന്നുവെന്ന് തോന്നുമോ? നന്ദിയുള്ളവന് അങ്ങനെ തോന്നില്ല. കാരണം അവന്റെ ജീവിതം തന്നെ ഒരു നമസ്കാരമാണ്. നന്ദിയുടെ ഉയർന്ന പടിയാണ് വേദനയിൽ പോലും പറയാൻ കഴിയുന്നത്. യാ അല്ലാഹ്, ഞാൻ മനസ്സിലാക്കുന്നില്ല, പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഇബാദത്തിന്റെ ആഴമാണ്. നീ നന്ദിയോടെ ജീവിക്കാൻ തുടങ്ങിയാൽ നിന്റെ സാധാരണ ദിനങ്ങൾ പോലും അല്ലാഹുവിനോട് സമീപിക്കുന്ന നടപ്പുകളാകും. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നന്ദിയുള്ള ജീവിതം. നന്ദി എങ്ങനെ ജീവിതമാകണമെന്ന് നമുക്ക് കാണിച്ചു തന്നത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. അദ്ദേഹത്തിൻ്റെ നന്ദി വാക്കിൽ അവസാനിച്ചില്ല, അത് ജീവിതമായി ഒഴുകി. ഒരു രാത്രി പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ വീങ്ങി. സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നിങ്ങളുടെ പാപങ്ങൾ മാപ്പാക്കപ്പെട്ടിട്ടും എന്തിനാണ് ഇത്ര പരിശ്രമം? പ്രവാചകൻ പറഞ്ഞ മറുപടി, ഞാൻ നന്ദിയുള്ള അടിമയായിരിക്കണ്ടേ. ഇതാണ് നന്ദിയുടെ അർത്ഥം. ലളിത ജീവിതം, നന്ദിയുടെ ശാന്തത. അദ്ദേഹത്തിന് സാധ്യമായിരുന്നു രാജാവ് പോലെ ജീവിക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം തിരഞ്ഞെടുത്തത് ലളിതത്വം. ചില ദിവസങ്ങൾ ഭക്ഷണമില്ല, പായപ്പുറത്ത് ഉറക്കം, പൊന്നോ ആഡംബരമോ ഇല്ല. പക്ഷേ മുഖത്ത് പരാതിയില്ല, ഹൃദയത്തിൽ അസന്തോഷമില്ല. ഇതാണ് നന്ദിയുടെ സൗന്ദര്യം. വേദനയിലും നന്ദി. മകന്റെ വിയോഗം, കണ്ണീർ ഒഴുകി. അദ്ദേഹം പറഞ്ഞു, ഹൃദയം ദുഃഖിക്കുന്നു, കണ്ണുകൾ കണ്ണീർ ഒഴുക്കുന്നു. പക്ഷേ അല്ലാഹുവിനെ കോപിപ്പിക്കുന്ന വാക്കുകൾ ഞങ്ങൾ പറയില്ല. ഇത് നന്ദിയും സഹനവും ഒന്നിക്കുന്ന നിമിഷമാണ്. ലഭിച്ചതെല്ലാം പങ്കുവെച്ച നന്ദി. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തത്തിനായി ഒന്നും സൂക്ഷിച്ചില്ല. ലഭിച്ചതെല്ലാം പങ്കുവെച്ചു. കാരണം അദ്ദേഹം വിശ്വസിച്ചു, പങ്കുവെച്ചാൽ കുറയില്ല, നന്ദിയോടെ നൽകിയാൽ വർദ്ധിക്കും. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരീക്ഷണങ്ങൾ ഒഴിവാക്കിയില്ല, പക്ഷേ അവയിൽ അർത്ഥം കണ്ടു. അദ്ദേഹത്തിൻ്റെ നന്ദി അല്ലാഹുവിനോടുള്ള പൂർണ്ണ വിശ്വാസമായിരുന്നു. നമ്മുടെ ചോദ്യം, നാം നന്ദി പറയുമ്പോൾ അത് വാക്കായി നിൽക്കുമോ അല്ലെങ്കിൽ ജീവിതമാകുമോ? പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വഴി കാണിച്ചു. നീ ഇന്നു മുതൽ എണ്ണാൻ തുടങ്ങൂ, നിന്റെ വേദനകളല്ല, നിന്റെ അനുഗ്രഹങ്ങൾ. കാരണം അല്ലാഹു നിന്നിൽ നിന്ന് ഒന്നും പറിച്ചെടുത്തിട്ടില്ല, അവൻ നിന്നെ ബോധിപ്പിക്കുകയാണ്. നന്ദിയുള്ള ഹൃദയം ഒരിക്കലും ശൂന്യമാകില്ല, കാരണം അത് ദാനിയുമായി ബന്ധത്തിലായിരിക്കും. ഇന്ന് നീ ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം ഹൃദയത്തിലെടുത്തുകൊള്ളുക, നിന്റെ ജീവിതം തന്നെ ഒരു അൽഹംദുലില്ലാഹ് ആകട്ടെ. യാ അല്ലാഹ്, നിന്റെ അനുഗ്രഹങ്ങൾ എണ്ണാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല,
പക്ഷേ അവയെ കാണാൻ കഴിയുന്ന ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. വാക്കുകളിൽ മാത്രമല്ല, ജീവിതത്തിൽ നന്ദിയുള്ളവരാക്കി ഞങ്ങളെ മാറ്റണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ പരാതികളിൽ നിന്ന് രക്ഷിക്കണമേ. നന്ദിയിലൂടെ ശാന്തിയിലേക്ക് നയിക്കണമേ. ആമീൻ. ഈ അറിവ് എല്ലാവർക്കും എത്തിക്കൂ. കൂടുതൽ അറിവിനായി കൂടെ കൂടൂ. അസ്സലാമു അലൈക്കും.